ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഹെവി കോൺഫിഡൻസിലാണ് മമ്മൂട്ടി. ബസൂക്കയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ബസൂക്കയുടെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ടീസർ ഇറങ്ങിയിരുന്നു. അതിനോടകം തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണവും. നമ്മൾ കണ്ടു ഞെട്ടിത്തരിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ടീസർ എന്ന് തന്നെ പറയാം. ഏറെ നാളുകളായി, 1.5 വർഷമായി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും റിലീസ് ഡേറ്റ് പെർഫെക്റ്റായി വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ മമ്മൂട്ടി ഹെവി കോൺഫിഡൻസ് ആയിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തന്നെയായിരുന്നു. കല്ലു ടെന്നീസിൻ്റെ മകൻ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹവുമായി വരുന്നു. മികച്ച ഒരു കഥയുമായി, അല്ലെങ്കിൽ ഒരു കഥയുമായി തൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ചോദിച്ചു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ മികച്ചതാണെന്ന് മമ്മൂട്ടിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഈ സിനിമ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഏകദേശം 4-5 വർഷമായി ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ആ ഒരു സമയത്ത് പ്രൊഡ്യൂസറില്ല, അതേപോലെ തന്നെ ഡയറക്ടറുമില്ല. അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസർമാർ വരുന്നു. അങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത് ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ മമ്മൂട്ടി ആ കഥയിലെ തൃപ്തി കൊണ്ട് തന്നെ പറയുന്നു, ഇത് നിന്നേക്കാളും നല്ലതായിട്ട് സംവിധാനം ചെയ്യാൻ വേറൊരാൾക്ക് കഴിയില്ല, അതുകൊണ്ട് നീ തന്നെ അങ്ങ് ചെയ്യുക ഇതിൻ്റെ സംവിധാനം എന്നുള്ളത്. അങ്ങനെ ഒരു സിനിമ കലു ടെന്നീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് സംവിധായകൻ കൂടിയാകുന്നു. തിരക്കഥാകൃത്തും ഒപ്പം ഡയറക്ടറും കൂടിയാകുന്ന, സംവിധായകനും കൂടിയാകുന്ന ആ ഒരു ചരിത്ര മുഹൂർത്തം. ഒരുപാട് പുതുമുഖങ്ങൾക്ക് അദ്ദേഹം, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്ക് മമ്മൂട്ടി അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു സംവിധായകൻ കൂടെ മലയാളത്തിലേക്ക് വരുന്നു. അതിനൊക്കെ മുകളിലായി നിൽക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു കഥ എന്നുള്ളത് തന്നെയാണ്. മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കഥ തന്നെയാണ്. ഒരു ഗെയിം ത്രില്ലർ എന്നുള്ള ഒരു ഗണത്തിൽ വരുന്ന സിനിമ മലയാളികൾക്ക് സുപരിചിതമല്ല. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ റോഷാക്ക് പോലെയുള്ള സിനിമ കണ്ടപ്പോൾ ഞെട്ടിക്കുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി ചെയ്തത്. ഇവിടെയും ആ ഒരു രീതിയിൽ തന്നെയാണ്. ഏറെ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, വലിയ ഹൈപ്പൊന്നുമില്ലാതെയാണ് ബസൂക്ക. ഇറങ്ങുമോ, പെട്ടിയിലാണോ, ഇനി ഇറങ്ങാനുണ്ടോ, നടക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന് അവസാനം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ ടീസർ വരികയും അതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ ഇളകി മറിയുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണേലും വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഉണ്ട്. എന്താണേലും ബറോസിനൊപ്പം തന്നെയാണ് ബസൂക്ക ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ള കട്ട ഒരു കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും എന്ന് ബറോസ് ഇറങ്ങുന്നു, അതിൻ്റെ നെക്സ്റ്റ് ഡേയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന കാര്യം. എന്താണ്, ഹെവി കോൺഫിഡൻസിൽ തന്നെയാണ് മമ്മൂട്ടി ആൻഡ് മമ്മൂട്ടി ടീംസ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ബസൂക്ക ഞെട്ടിക്കുമെന്ന് തന്നെ ആണ് ഇതുവരെയുള്ള വാർത്തകളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബസൂക്കയെക്കുറിച്ച്? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.